ട്രെൻഡ് ഉണ്ടാക്കണമെങ്കിൽ ജസ്റ്റ് ഹൽവ എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ടുവരണം. അവിടെ നമുക്ക് കിട്ടിയ ഐഡിയ ആണ് ഓൾറെഡി ഈ മാങ്ങ ചക്ക. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഹൽവാസ് ഓൾറെഡി ഉണ്ടാക്കാൻ പറ്റും, നല്ല റെസിപ്പീസിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് അതിന് നല്ലൊരു പേരിട്ട് മാമ്പഴക്കാലം, പേര് മാമ്പഴക്കാലം നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ മാമ്പഴക്കാലം എന്ന് പറയുമ്പോൾ കുറേ ഓർമ്മകൾ എല്ലാവരും മനസ്സിൽ, ഇവൻ എൻ്റെ മനസ്സിൽ നമ്മൾ ഈ പഴയ സിനിമ ഒക്കെ കാണുമ്പോൾ അതിലുണ്ടാവല്ലോ, അല്ലെങ്കിൽ പഴയ മലയാളം ബുക്കിൽ ചെറിയ മാവിൻ്റെ വീട്ടിൽ കുട്ടികൾ കളിക്കുന്ന ഇമേജസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ആദ്യം ആ മൈൻഡിൽ വന്നത്. അപ്പോൾ ഈ ഒരു ഇത് വരുമ്പോൾ എല്ലാവർക്കും ഒരു സ്മൈൽ, നമുക്ക് എല്ലാവരും ഇതിലൊരു സ്മൈൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോട്ട് വന്ന്. അപ്പോൾ ടോട്ടലി നമുക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ആരോട് ഈ കാര്യം പറയുമ്പോൾ എല്ലാവരും കേട്ടിരിക്കുന്നത്, ഇവൻ നമ്മൾ പാക്കേജിങ് ചെയ്യാൻ പോകുമ്പോൾ പാക്കേജിങ്ങിൻ്റെ ടീമിൻ്റെ അടുത്ത് പോയി കാര്യം സംസാരിച്ച് പാക്കേജിങ്ങിൻ്റെ ഡിസൈൻ ഇങ്ങനെ വർണ്ണിച്ചു കൊടുത്തപ്പോൾ ഓരെന്നെ അതിനൊരു സ്മൈൽ ഇട്ടതാക്കുന്നത്. കാരണം നമ്മൾ പല കളികളില്ലേ, പഴയ നമ്മളെ കോട്ടി കളിക്കുക, അല്ലെങ്കിൽ ഊഞ്ഞാലാടുക. അപ്പോൾ ഓർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടുത്ത കളി ഇങ്ങോട്ട് പറഞ്ഞു തരാം. അപ്പോൾ അങ്ങനെ കുറേ ആ ഒരു സ്റ്റോറി എല്ലാവർക്കും വർക്കാവുന്നൊരു കാര്യം ഈ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മളതിന് ടാഗ് ലൈനും ഇട്ട് ടേക്കിംഗ് ബാക്ക് കേരള ടു ചൈൽഡ്ഹുഡ് ഡേയ്സ്. അപ്പോൾ ടോട്ടലി ചൈൽഡ്ഹുഡിലേക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെ വേണം, അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ട കുറേ പഴയ കളികൾ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കണം. അപ്പോൾ പാക്കേജിങ്ങിൽ നമ്മൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈപ്പ് ഓഫ് പാക്കിംഗ് അങ്ങനെ ആരും ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട്.